കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. The Lady or the Tiger. Long ago, in a very olden time, there lived a powerful king. ശക്തനായ ഒരു രാജാവ് പണ്ട് ജീവിച്ചിരുന്നു. Some of his ideas were progressive. രാജാവിന്റെ ചില ആശയങ്ങൾ തീർത്തും പുതുമയുള്ളതും വ്യത്യസ്തവുമായിരുന്നു. But others caused people to suffer. മറ്റു ചില ആശയങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരമായിരുന്നു. ജനങ്ങൾ സഹിക്കേണ്ടതായി വന്നു. One of the king's ideas was a public arena as an agent of poetic justice. പൊതുവായ അരങ്ങിൽ ഭാവനാപരമായി നിയമം നടപ്പാക്കൽ രാജാവിന്റെ ആശയങ്ങളിൽ ഒന്നായിരുന്നു. Crime was punished or innocence was decided by the result of chance. വിധി അനുസരിച്ച് അല്ലെങ്കിൽ ഭാഗ്യമനുസരിച്ച് ആയിരുന്നു കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുകയോ നിരപരാധിയായി കണക്കാക്കപ്പെടുകയോ ചെയ്തിരുന്നത്. When a person was accused of a crime, his future would be judged in the public arena. ഒരു വ്യക്തിയിൽ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ വിധി നടപ്പാക്കിയിരുന്നത് പൊതുവായ അരങ്ങിൽ വച്ചായിരുന്നു. All the people would gather in this building. The king sat high up on his ceremonial chair. ജനങ്ങളെല്ലാം അവിടെ ഒത്തുകൂടിയിരുന്നു. രാജാവ് അല്പം ഉയർന്ന സ്ഥലത്ത് തനിക്കായി പ്രത്യേകം തയ്യാറാക്കിയ സിംഹാസനത്തിലും ഇരിക്കാറുണ്ടായിരുന്നു. He gave a sign. A door under him opened. The accused person stepped out into the arena. രാജാവ് സൂചന നൽകിയ സമയത്ത് താഴെയുള്ള വാതിൽ തുറക്കുകയും കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി പൊതുവരങ്ങിൽ നിൽക്കുകയും ചെയ്തിരുന്നു. Directly opposite the king were two doors. They were side by side, exactly alike. രാജാവിന് എതിർവശത്തായി രണ്ട് വാതിലുകൾ ഉണ്ടായിരുന്നു. വാതിലുകൾ രണ്ടും തൊട്ടടുത്തായിരുന്നു, ഒരേപോലെയുമായിരുന്നു. The person on trial had to walk directly to these doors and open one of them. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് നേരെ വാതിലുകളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ആ വാതിലുകളിൽ ഒന്ന് തുറക്കേണ്ടതുണ്ടായിരുന്നു. He could open whichever door he pleased. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് തനിക്കിഷ്ടപ്പെട്ട വാതിൽ തുറക്കാൻ സാധിക്കുമായിരുന്നു, തുറക്കാൻ അനുവാദമുണ്ടായിരുന്നു. If the accused man opened one door, out came a hungry tiger, the fiercest in the land. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി ഒരു വാതിൽ തുറക്കുമ്പോൾ വിശപ്പേറിയ ക്രൂരനായ ഒരു പുലി പുറത്തു വന്നിരുന്നു. The tiger immediately jumped on him and tore him to pieces as punishment for his guilt. വാതിൽ തുറക്കുന്ന ഉടനെ പുലി പുറത്തേക്ക് ചാടുകയും കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ കഥ കഴിക്കുകയും ചെയ്യുമായിരുന്നു. The case of the suspect was thus decided. കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ വിധി അങ്ങനെ നടപ്പാക്കിയിരുന്നു. But if the accused opened the other door, there came forth from it a woman, chosen especially for the person. കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തി രണ്ടാമത്തെ വാതിലാണ് തുറക്കുന്നതെങ്കിൽ തനിക്കായി പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു സ്ത്രീയാണ് പുലിക്ക് പകരം അവിടെ ഉണ്ടായിരുന്നത്. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി നിരപരാധിയായി കണക്കാക്കപ്പെടുകയും ബഹുമാന സൂചകമായി ആ സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. It was not a problem that he might already have a wife and family, or that he might have chosen to marry another woman. നിരപരാധി എന്ന് അംഗീകരിക്കപ്പെട്ട ആ വ്യക്തിക്ക് ഭാര്യയോ കുടുംബമോ ഉണ്ട് എന്നതും ആ വ്യക്തി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതുപോലും ഒരു പ്രശ്നമായിരുന്നില്ല. The king permitted nothing to interfere with his great method of punishment and reward. രാജാവ് തന്റെ പ്രത്യേക രീതിയിലുള്ള ശിക്ഷാവിധിയും
സമ്മാനവും തടസ്സപ്പെടുത്തുന്ന ഒന്നും അനുവദിച്ചിരുന്നില്ല. The king had a beautiful daughter who was like him in many ways. രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവൾ പല കാര്യങ്ങളിലും രാജാവിനെ പോലെ തന്നെയായിരുന്നു. He loved her above all humanity. രാജാവ് തന്റെ മകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. The princess secretly loved a young man who was the best looking and bravest in the land. രാജകുമാരി ധീരനായ കാഴ്ചയിൽ യോഗ്യനായ ഒരു വ്യക്തിയെ രഹസ്യമായി സ്നേഹിച്ചിരുന്നു. But he was a commoner, not part of an important family. അദ്ദേഹം തീർത്തും സാധാരണക്കാരനായിരുന്നു. കുടുംബമഹിമയുള്ള വ്യക്തിയായിരുന്നില്ല. One day, the king discovered the relationship between his daughter and the young man. ഒരു ദിവസം രാജാവ് രാജകുമാരിയും ആ ചെറുപ്പക്കാരനുമായുള്ള അടുപ്പം മനസ്സിലാക്കി. The man was immediately put in prison. ആ ചെറുപ്പക്കാരൻ ഉടനെ തന്നെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. A day was set for his trial in the king's public arena. രാജാവ് സന്നിഹിതനാകാറുള്ള പൊതുവായ ആ സ്ഥലത്ത് ആ ചെറുപ്പക്കാരന്റെ വിചാരണയ്ക്കായിട്ടുള്ള ദിവസം നിശ്ചയിച്ചു. This, of course, was an especially important event. അത് തീർച്ചയായും വളരെ പ്രാധാന്യമുള്ള സംഭവമായിരുന്നു. Never before had a common subject been brave enough to love the daughter of the king. രാജകുമാരിയെ സ്നേഹിക്കാൻ അതിനു മുൻപ് ആരും തന്നെ ധൈര്യപ്പെട്ടിരുന്നില്ല എന്ന് സാരം. The king knew that the young man would be punished, even if he opened the right door. ആ ചെറുപ്പക്കാരൻ ശരിയായ വാതിലാണ് തുറക്കുന്നത് എങ്കിൽ കൂടിയും ശിക്ഷിക്കപ്പെടുമെന്ന് രാജാവ് മനസ്സിലാക്കിയിരുന്നു. And the king would take pleasure in watching the series of events, which would judge whether or not the man had done wrong in loving the princess. രാജകുമാരിയെ സ്നേഹിച്ച ചെറുപ്പക്കാരന്റെ വിധി നടപ്പാക്കൽ കാണുന്നത് രാജാവിന് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. The day of the trial arrived. വിധി നടപ്പാക്കുന്ന ദിവസം എത്തിച്ചേർന്നു. From far and near, the people gathered in the arena and outside its walls. അകലെയുള്ളതും അടുത്തുള്ളതുമായ ജനങ്ങളെല്ലാം പൊതുസദസ്സിലും പൊതുസദസ്സിന് പുറത്തും എത്തിച്ചേർന്നു. The king and his advisors were in their places opposite the two doors. രാജാവും രാജാവിന്റെ ഉപദേശകരും ആ വാതിലുകൾക്ക് എതിർവശത്തായി സന്നിഹിതരായിരുന്നു. All was ready. The sign was given. എല്ലാം തയ്യാറായിരുന്നു. രാജാവ് സൂചന നൽകി. The door under the king opened, and the lover of the princess entered the arena. രാജാവിന്റെ ഇരിപ്പിടത്തിന് താഴെയുള്ള വാതിലുകൾ തുറക്കുകയും രാജകുമാരിയെ സ്നേഹിച്ചിരുന്ന ചെറുപ്പക്കാരൻ പൊതുസദസ്സിൽ പ്രവേശിക്കുകയും ചെയ്തു. Tall, beautiful, and fair, his appearance was met with a sound of approval and tension. രാജകുമാരിയെ സ്നേഹിച്ചിരുന്ന ചെറുപ്പക്കാരൻ വളരെ ഉയരമുള്ളവനും സുമുഖനുമായിരുന്നു. Half the people had not known so perfect a young man lived among them. ജനങ്ങളിൽ പകുതി പേരും ഇത്തരം യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ തങ്ങളുടെ ഇടയിൽ ജീവിച്ചിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല. No wonder the princess loved him. What a terrible thing for him to be there. രാജകുമാരി ആ ചെറുപ്പക്കാരനെ സ്നേഹിച്ചിരുന്നു എന്നതിൽ ഒരു അതിശയവുമില്ല. അത്രയും യോഗ്യനായിരുന്നു ആ ചെറുപ്പക്കാരൻ എന്ന് സാരം. As the young man entered the public arena, he turned to bend to the king. പൊതുസദസ്സിൽ എത്തിച്ചേർന്നപ്പോൾ രാജാവിനെ വണങ്ങുന്നതിനു വേണ്ടി അദ്ദേഹം തിരിഞ്ഞു. But he did not at all think of the great ruler. രാജാവിനെ വണങ്ങുന്നതിനു വേണ്ടി അദ്ദേഹം തിരിഞ്ഞുവെങ്കിലും രാജാവിനെ കുറിച്ചല്ല അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. The young man's eyes instead were fixed on the princess,
who sat to the right of her father. രാജാവിനെയല്ല, രാജാവിന്റെ വലതുവശത്തായി ഇരുന്നിരുന്ന രാജകുമാരിയെയാണ് ആ ചെറുപ്പക്കാരൻ നോക്കിയിരുന്നത്. From the day it was decided that the sentence of her lover should be decided in the arena, she had thought of nothing but this event. പൊതുസദസ്സിൽ തന്റെ കാമുകന്റെ വിധി തീർപ്പാക്കൽ തീരുമാനിച്ച അന്നു മുതൽ രാജകുമാരി അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. The princess had more power, influence, and force of character than anyone who had ever before been interested in such a case. രാജകുമാരിക്ക് അധികാരവും സ്വാധീനവും ഉണ്ടായിരുന്നു എന്ന് സാരം. She had done what no other person had done. She had possessed herself of the secret of the doors. മറ്റാരും അതുവരെ ചെയ്യാതിരുന്ന കാര്യമാണ് രാജകുമാരി ചെയ്തത്. രാജകുമാരി തന്റെ സ്വാധീനം ഉപയോഗിച്ച് വാതിലുകളുടെ രഹസ്യം മനസ്സിലാക്കി. ഏതു വാതിൽ തുറക്കുമ്പോഴാണ് പുലി വരിക എന്ന് മനസ്സിലാക്കിയെന്ന് സാരം. She knew behind which door stood the tiger and behind which waited the lady. ഏതു വാതിലിന് പുറകിലാണ് പുലി എന്നും ഏതു വാതിലിന് പുറകിലാണ് സ്ത്രീ എന്നും രാജകുമാരി മനസ്സിലാക്കിയിരുന്നു. Gold and the power of a woman's will had brought the secret to the princess. പണവും സ്വാധീനവും ഉപയോഗിച്ച് കാര്യങ്ങളെല്ലാം രാജകുമാരി മനസ്സിലാക്കി എന്ന് സാരം. She also knew who the lady was. The lady was one of the loveliest in the kingdom. വാതിലിന് പുറകിലുള്ള സ്ത്രീ ആരായിരുന്നു എന്നുകൂടി രാജകുമാരി മനസ്സിലാക്കിയിരുന്നു. അവൾ ആ രാജ്യത്തിലെ വളരെയധികം ഭംഗിയുള്ള ഒരു സ്ത്രീയായിരുന്നു. Now and then, the princess had seen her looking at and talking to the young man. The princess hated the woman behind that silent door. വാതിലിന് പുറകിലുണ്ടായിരുന്ന സ്ത്രീ താൻ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനെ ചിലപ്പോൾ നോക്കുന്നതും ചിലപ്പോൾ അവനോട് സംസാരിക്കുന്നതും രാജകുമാരി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാതിലിന് പുറകിലുണ്ടായിരുന്ന സ്ത്രീയെ രാജകുമാരി വെറുത്തിരുന്നു. Her lover turned to look at the princess. രാജകുമാരിയെ സ്നേഹിച്ചിരുന്ന ചെറുപ്പക്കാരൻ രാജകുമാരിയെ നോക്കുന്നതിന് വേണ്ടി തിരിഞ്ഞു. His eye met hers as she sat there, paler and whiter than anyone in the large ocean of tense faces around her. തീർത്തും അസ്വസ്ഥയായിരുന്ന രാജകുമാരിയുടെ കണ്ണുകളിലേക്ക് രാജകുമാരിയുടെ കാമുകൻ നോക്കിയെന്ന് സാരം. He saw that she knew behind which door waited the tiger and behind which stood the lady. He had expected her to know it. ഏതു വാതിലിന്റെ പുറകിലാണ് സ്ത്രീ എന്നും ഏതു വാതിലിന്റെ പുറകിലാണ് പുലി എന്നും രാജകുമാരിക്ക് അറിയാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. The only hope for the young man was based on the success of the princess in discovering this mystery. രാജകുമാരി ആ രഹസ്യം വെളിപ്പെടുത്തുന്നതിൽ മാത്രമായിരുന്നു ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഏക പ്രതീക്ഷ. When he looked at her, he saw that she had been successful, as he knew she would succeed. താൻ മനസ്സിലാക്കിയിരുന്നത് പോലെ രാജകുമാരി രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് രാജകുമാരിയെ നോക്കിയപ്പോൾ രാജകുമാരിയുടെ കാമുകന് മനസ്സിലായി. Then his quick and tense look asked the question, which? It was as clear to her as if he shouted it from where he stood. ഏതു വാതിലാണ് താൻ തുറക്കേണ്ടതെന്ന് തന്റെ നോട്ടത്തിലൂടെ രാജകുമാരിയുടെ കാമുകൻ രാജകുമാരിയോട് ചോദിച്ചു എന്നും അത് രാജകുമാരിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്നും സാരം. There was not time to be lost. സമയം ഒട്ടും തന്നെ പാഴാക്കാനുണ്ടായിരുന്നില്ല. The princess raised her hand and made a short, quick movement toward the right. No one but her lover saw it. വലതുവശത്തെ വാതിലാണ് തുറക്കേണ്ടതെന്ന് രാജകുമാരി
കൈകൾ ഉയർത്തി സൂചിപ്പിച്ചു എന്നും രാജകുമാരിയുടെ കാമുകനല്ലാതെ മറ്റാരും തന്നെ അത് കണ്ടില്ല എന്നുമാണ് കഥയിൽ സൂചിപ്പിക്കുന്നത്. Every eye but his was fixed on the man in the arena. എല്ലാവരും രാജകുമാരിയുടെ കാമുകനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. He turned, and with a firm and quick step, he walked across the empty space. രാജകുമാരിയുടെ കാമുകൻ തിരിഞ്ഞ് വാതിലുകൾ ലക്ഷ്യമാക്കി നടന്നു നീങ്ങിയെന്ന് സാരം. Every heart stopped beating. Every breath was held. എല്ലാവരും ശ്വാസമടക്കി ആ കാഴ്ച കണ്ടു എന്ന് സാരം. Every eye was fixed upon that man. എല്ലാവരും ആ വ്യക്തിയെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. He went to the door on the right and opened it. രാജകുമാരിയുടെ കാമുകൻ വലതുവശത്തുള്ള വാതിലിന് സമീപത്തേക്ക് ചെല്ലുകയും അത് തുറക്കുകയും ചെയ്തു. എന്താണ് രാജകുമാരിയുടെ കാമുകന് സംഭവിച്ചതെന്ന് പറയുന്നതിന് മുൻപ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ. സംസാരിച്ച് പഠിക്കേണ്ട ഭാഷയാണ് ഇംഗ്ലീഷ്. റെക്കോർഡഡ് ക്ലാസ്സുകളുടെയും ലൈവ് ക്ലാസ്സുകളുടെയും ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സൗജന്യമായ ഒരു ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി പേര്, വാട്സപ്പ് നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവ ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതാണ്. Now, the point of this story is this. Did the tiger come out of that door, or did the lady? The more we think about this question, the harder it is to answer. It involves a study of the human heart. വാതിൽ തുറന്ന സമയത്ത് പുറത്തു വന്നത് പുലിയാണോ അല്ലെങ്കിൽ ആ സ്ത്രീയാണോ എന്ന ചോദ്യം ഈ കഥ കേൾക്കുന്നവരോടും വായിക്കുന്നവരോടും ചോദിച്ചിട്ടാണ് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.